ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീക്കിൽ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. ഇനി ഇതുവരെ നമ്മുടെ വീഡിയോ കാണാത്ത കൂട്ടരുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ പ്ലാൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പർ അത് സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ജെറബറ പ്ലാന്റ്സ് ആണ് വരുന്നത്. ജെറബറ പ്ലാന്റ്സിന് സെയിം സൈസ് കളറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ്, യെല്ലോ ആൻഡ് റെഡ് ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു കളറുകളിൽ ഒരു പോട്ടിന് വരുന്നത് 150 രൂപയാണ്. അടുത്ത പ്ലാന്റ് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ്. 440 രൂപയ്ക്ക് 4 കളറുകളാണ് കേട്ടോ കൊടുക്കുന്നത്. നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത്. ഈ ഒരു പ്ലാന്റ്സ് നമ്മുടെ നാട്ടിൽ കിട്ടാൻ കുറവാണ്. അപ്പോൾ കിട്ടുന്ന ടൈമിൽ പരമാവധി പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് നട്ടു വെക്കുക. കാരണം ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി. അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ്. നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. പോട്ടിൽ വരുന്ന ചെടി ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ. പോരാത്തതിന് അത്യാവശ്യം റേറ്റ് കൂടിയ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ്സ്. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. ഇതൊരു സീസണിലല്ല ഉണ്ടാവുക. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആണ് വരുന്നത്. 270 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 5 വെറൈറ്റീസാണ്. 5 വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത്. അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ചെറുതായി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രാഞ്ചിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകും കേട്ടോ. അപ്പോൾ വെറും 5 വെറൈറ്റീസ് ഹൈബ്രിഡ് ആയിട്ടുള്ള 5 വെറൈറ്റീസിന് വെറും 270 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ളൊരു ഓഫറാണ്. അപ്പോൾ ഈ ഒരു ആഴ്ചത്തേക്ക് ഇട്ടിരിക്കുന്ന ഓഫറാണ്. മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം. ദീപാവലിയുടെ ഓഫർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പ്ലാൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ് കൊടുത്തിട്ടുള്ളത്. അത് ദീപാവലിയുടെ ഓഫറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു വീക്കിലുള്ള കോംബോ ഓഫർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സെയിം അതേ റേറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യണം, പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല നനവോടുകൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് വരുന്നത്. 6 കളറിന് 380 രൂപയാണ് കേട്ടോ വരുന്നത്. ഇതിലും കൂടുതൽ റേറ്റ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ 6 കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 6 വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കോംബോ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ റേറ്റാണ് പറഞ്ഞത്. 380 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 380 രൂപയ്ക്ക് 6 കളറുകൾ പെട്ടെന്ന് വാങ്ങിക്കോളുക. അതാ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റോക്ക് നമുക്ക് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഉള്ളൂ. അപ്പോൾ പരമാവധി ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക. 6 കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന സെയിം കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു 6 കളറുകളാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞ പ്ലാന്റ് ബോൾസമാണ് വരുന്നത്. ബാൾസം പ്ലാന്റ് വരുന്നത് 10 വെറൈറ്റീസിന് 270 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പ്ലാന്റും ഒരേ സൈസിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് പ്ലാന്റിൽ ചില പ്ലാന്റ്സിൽ കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും, ചിലതിന് ഹൈറ്റ് കുറവായിരിക്കും. അങ്ങനെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക. എല്ലാ പ്ലാന്റും ഒരേ സൈസിൽ നമുക്ക് വളർന്ന് കിട്ടില്ല കേട്ടോ. നമ്മളെ ചെടികൾ ഡിഫറെൻറ്റ് കളറുകളാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ പ്ലാന്റും ഒരേ സൈസ് ഒരേ ലെങ്ത്തിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത്. 180 രൂപയ്ക്ക് 6 കളറുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി കോംബോ ആണ്. നമുക്ക് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നാശമാകുന്നതായിരിക്കും. അതോടൊപ്പം ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ്. ഒരുപാട് പൂക്കൾ വരുന്നൊരു പ്ലാന്റാണ്. നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ്, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ചകിരിച്ചോറ് എന്നിവ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടുവെക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ് ആണ് വരുന്നത്. 9 വെറൈറ്റീസിന് വെറും 350 രൂപ മാത്രമേ വരുന്നുള്ളൂ. നല്ല ഒരു അടിപൊളി സെറ്റാണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറയുന്നത്. ഈ 9 വെറൈറ്റീസ് കളേഴ്സ് വരുന്നത്. അടിപൊളി പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല കട്ടി കൂടിയിട്ടുള്ള ലീഫാണ് നമ്മുടെ ഈ ഒരു ഹോയേൻ്റെ ലീഫ് എന്ന് പറയുന്നത്. എല്ലാ ഹോയേൻ്റെയും അതെ നല്ല കട്ടി കൂടിയിട്ടുള്ള ലീഫാണ്. അങ്ങനെ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരില്ല കേട്ടോ.
അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസാണ് ഈ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഹോയ ആകുമ്പോൾ എല്ലാ കളേഴ്സും അതുപോലെ തന്നെ ഒരേ സൈസിൽ നമുക്ക് കിട്ടില്ല, പലതും പല സൈസിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അത്യാവശ്യം നീളം കൂടിയതുണ്ട്. യെല്ലോ കളറാകുമ്പോൾ അത്യാവശ്യം നീളം കൂടിയ ചെടിയായിരിക്കും. ബാക്കിയുള്ളത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് വരുന്ന ചെടികളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സൈസ് ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത്. 240 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ 5 വെറൈറ്റീസാണ്. നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചെടി. തൂക്കിയട്ടിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് നട്ട് വെക്കുക. കാരണം ഒരുപാട് വള്ളി പോലെ പോകുന്ന ഒരു ചെടിയും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ആന്തൂര്യത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല, എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കളക്ഷൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ വരുന്ന ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് പലതും പല റേറ്റാണ്. അത്യാവശ്യം റേറ്റ് കൂടിയ പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ആന്തൂര്യത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 380 രൂപയാണ് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത്. പലതും പല റേറ്റാണ്. അപ്പോൾ ഇതൊരു ഓഫർ ആയതുകൊണ്ട് തന്നെ 380ലാണ് നമ്മൾ ഈ ഒരു റേറ്റൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത്. അതും നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 380 രൂപയ്ക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. 380 രൂപയാണ് ഈ ഒരു ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോട്ടിൽ വരുന്ന റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വരുന്നത്. 12 വെറൈറ്റീസിന് 300 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളറുകളുള്ള ലീഫ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഔട്ട്ഡോറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഇൻഡോറായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇനി ഔട്ട്ഡോറായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വീടിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് വെക്കുക. അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി കേട്ടോ. നമ്മുടെ ഇലച്ചെടികളിൽ പെടുന്ന ഒരു ഇനമാണ് നമ്മുടെ ഒരു ഫിറ്റോണിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നമുക്കൊരു കുഞ്ഞു പോട്ടെടുത്ത് നട്ട് വെക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബുഷായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഈ ഒരു ചെടി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ എല്ലാ പ്ലാന്റ്സ് ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക.